ഇപ്പോൾ വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. തൊടുപുഴ തൊമ്മൻകുത്തിൽ വനം വകുപ്പ് കുരിശ് പൊളിച്ച തർക്കഭൂമിയിലേക്ക് കുരിശിന്റെ വഴി. തൊമ്മൻകുത്ത് സെന്റ് തോമസ് പള്ളിയിലെ വിശ്വാസികളാണ് കുരിശിന്റെ വഴി നടത്തുന്നത്. സ്ഥലത്ത് വൻ പോലീസ് സന്നാഹമുണ്ട്. വിവരങ്ങളുമായി സുബിൻ തോമസ് ചേരുന്നുണ്ട്. സുബിൻ, എങ്ങനെയാണ് വിശ്വാസികൾ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത്? വിശ്വാസികൾ ഇപ്പോഴും പറയുന്നത് ഈ ഒരു സ്ഥലം, അതായത് കഴിഞ്ഞ ദിവസം കുരിശ് സ്ഥാപിച്ച ശേഷം വനം വകുപ്പ് ഈ കുരിശ് പൊളിച്ച സ്ഥലം അത് പള്ളിയുടെ അധീനതയിലുള്ള സ്ഥലം തന്നെ എന്നുള്ള വാദത്തിൽ അവർ ഉറച്ചു നിൽക്കുകയാണ്. അതിന്റെ ചുവട് പിടിച്ചു തന്നെയാണ് ഇന്ന് ദുഃഖവെള്ളിയാഴ്ച ഈ വിവാദമായ ഭൂമിയിലേക്ക് സെന്റ് തോമസ് പള്ളിയിലെ വിശ്വാസി സമൂഹം ഇത്തരത്തിൽ പരിഹാര പ്രദക്ഷിണം നടത്തി, അല്ലെങ്കിൽ കുരിശിന്റെ വഴി നടത്തി എത്തിയത്. രാവിലെ 10:00 ഇവർ പള്ളിയിൽ നിന്ന് കുരിശിന്റെ വഴി ആരംഭിച്ചു. അല്പസമയം മുമ്പാണ് ഈ കുരിശിന്റെ വഴി സമാപിച്ചത്. ഇവർ കുരിശിന്റെ വഴിയുമായി എത്തി ഈ വിവാദ ഭൂമിയിലേക്ക് കടക്കാൻ ശ്രമിച്ച സമയത്ത് വനം വകുപ്പ് ഈ വിശ്വാസികളെ തടഞ്ഞിരുന്നു. എന്നാൽ ഇത് വകവയ്ക്കാതെ ഇവർ ഈ കുരിശ് സ്ഥാപിച്ച ഭൂമിയിൽ കയറുകയും ഈ സ്ഥലത്ത് എത്തിയ ശേഷം അവിടെ പ്രാർത്ഥനകൾ നടത്തുകയുമായിരുന്നു. ഇതിനുശേഷമാണ് ഈ വിശ്വാസികളുടെ പ്രതികരണം ഉണ്ടായത്. ഈ പറയുന്ന ജണ്ടയിൽ നിന്ന് ഏകദേശം 700 മീറ്റർ മാറിയാണ് ഈ ഒരു സ്ഥലം ഉള്ളത് എന്നുള്ളതാണ് വിശ്വാസികൾ പറയുന്നത്. വർഷങ്ങളായി പള്ളിയുടെ അല്ലെങ്കിൽ തങ്ങളുടെ അധീനതയിലുള്ള ഒരു സ്ഥലമാണ്. അവിടെ മുമ്പും സമാനമായ രീതിയിൽ കുരിശിന്റെ വഴി നടത്തിയിട്ടുണ്ട്. ഇതിന്റെ ചൂട് പിടിച്ചാണ് ഈ ദുഃഖവെള്ളിയോടനുബന്ധിച്ച് കഴിഞ്ഞ ദിവസം കുരിശ് സ്ഥാപിച്ചത്. വനംവകുപ്പിന്റെ ഏകപക്ഷീയമായ നടപടിയുടെ പുറത്താണ് ഇത്തരത്തിൽ ഈ കുരിശ് പൊളിക്കുന്ന സാഹചര്യം ഉണ്ടായത് എന്നുള്ളതാണ് വിശ്വാസികൾ പറഞ്ഞത്. ഇതിനോട് ചേർന്ന് തന്നെ ഈ ഒരു വനത്തിന്റെ ജണ്ടയ്ക്ക് ശേഷം പട്ടയഭൂമിയുണ്ട്. ആ പട്ടയഭൂമി പിന്നിട്ട ശേഷമാണ് ഈ ഒരു സ്ഥലമുള്ളത്. ഈ സ്ഥലത്തിന് മറ്റ് രേഖകളില്ല, പട്ടയമില്ല എന്നുള്ളൊരു കാര്യമാണ് അവർ ഉന്നയിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് ഈ വിശ്വാസികൾ മുമ്പോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ സ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശം തങ്ങൾക്ക് തന്നെയാണ്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഉടമസ്ഥാവകാശം തങ്ങൾക്ക് തന്നെയാണ്. ഒരാൾ ഇഷ്ടദാനമായി നൽകിയ സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ആ സ്ഥലത്ത് കുരിശ് സ്ഥാപിക്കുക തന്നെ ചെയ്യുമെന്നുള്ളൊരു നിലപാടിൽ തന്നെ അവർ ഉറച്ചു നിൽക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികൾ ഉണ്ടാകുമെന്നുള്ളൊരു മുന്നറിയിപ്പും വിശ്വാസികൾ നൽകുന്നുണ്ട്. അതേസമയം വനം വകുപ്പ് ഇന്ന് ഈ ഒരു കുരിശിന്റെ വഴി നടത്തിയതുമായി ബന്ധപ്പെട്ട് കേസെടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇവർ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ സ്ഥലത്തേക്ക് വിശ്വാസികൾ കയറുന്നത് തടഞ്ഞു എന്നുള്ളത് കൊണ്ട് തന്നെ അതിനുശേഷമാണ് ഇവർ ഈ സ്ഥലത്തേക്ക് വീണ്ടും കൂട്ടമായി തന്നെ ആ സ്ഥലത്തേക്ക് കയറി പോകുന്നത്. അതുകൊണ്ട് തന്നെ വനംവകുപ്പ് കേസെടുക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസവും സമാനമായ രീതിയിൽ കുരിശ് സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട് ഈ സെന്റ് തോമസ് പള്ളി വികാരി ഉൾപ്പെടെ ഏകദേശം 20ഓളം പേർക്കെതിരെ ഈ വനംവകുപ്പ് കേസെടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ആ സ്ഥലത്ത് സ്ഥിരമായ ഒരു കുരിശ് സ്ഥാപിക്കാനുള്ള ഒരു ശ്രമം ഉണ്ടായാൽ മറ്റ് നടപടികളിലേക്ക് കടക്കുമെന്നുള്ളതാണ് വനംവകുപ്പ് വ്യക്തമാക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇന്ന് ഈ ഒരു സ്ഥലത്ത് നടന്ന സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് ഉന്നത ഉദ്യോഗസ്ഥർക്ക് റിപ്പോർട്ട് സമർപ്പിക്കും. റിപ്പോർട്ട് സമർപ്പിച്ച ശേഷമാകും മറ്റു തുടർ നടപടികളിലേക്ക് കടക്കുക. നിലവിൽ ഇപ്പോൾ ഈ ഒരു മേഖലയിൽ സ്ഥിതിഗതികൾ ശാന്തമാണ്. വലിയ രീതിയിലുള്ള പോലീസ് സന്നാഹവും പ്രദേശത്ത് നിലയുറപ്പിച്ചിരുന്നു. ഏതെങ്കിലും തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ പോലീസ് സന്നാഹം അവിടെ നിലയുറപ്പിച്ചിരുന്നത്. സുബിൻ, അവിടുത്തെ ഈ പ്രാദേശിക രാഷ്ട്രീയ നേതൃത്വം എന്താണ് ഈ വിഷയത്തിൽ എടുത്തിരിക്കുന്ന നിലപാട്? പ്രത്യേകിച്ച് CPM പോലുള്ള സംഘടനകൾ എന്ത് നിലപാടാണ് ഈ വിഷയത്തിൽ എടുത്തിരിക്കുന്നത്? നിലവിൽ അത്തരത്തിൽ ഒരു പരസ്യ പ്രതികരണം ഇത്തരത്തിൽ ഈ ഒരു വിഭാഗങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അവർ പറയുന്നത് പ്രകാരം ഈ വനം വകുപ്പിന്റെ ഇടപെടൽ അത് തെറ്റായി പോയി എന്നുള്ളൊരു കാര്യമാണ് ഈ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. കൃത്യമായി ഈ പട്ടയഭൂമി ഉൾപ്പെടെയുള്ള പ്രദേശമായതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വനം വകുപ്പിന്റെ ഇടപെടൽ അത് ഒരു മുന്നറിയിപ്പില്ലാതെയുള്ളതായിരുന്നു എന്നുള്ള ഒരു ആരോപണമാണ് ഈ രാഷ്ട്രീയ കക്ഷികളുടെ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കളുടെ ഭാഗത്തുനിന്ന്, പ്രാദേശികമായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഒരു നോട്ടീസ് നൽകേണ്ടതായിരുന്നു, അല്ലെങ്കിൽ കൃത്യമായ ഒരു മുന്നറിയിപ്പ് കൊടുക്കേണ്ടതായിരുന്നു. അത്തരത്തിലുള്ള മുന്നറിയിപ്പുകളൊന്നുമില്ലാതെ ഈ മേഖലയിലേക്ക് വനംവകുപ്പ് കടന്നു കയറുകയാണ് ചെയ്തത് എന്നുള്ളൊരു പ്രതികരണമാണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടായത്. പക്ഷേ പരസ്യമായ ഒരു പ്രതികരണത്തിലേക്ക് അല്ലെങ്കിൽ ഈ വിഷയത്തിൽ പരസ്യമായ ഒരു പ്രസ്താവനയിലേക്ക് ഇതുവരെ പ്രാദേശിക രാഷ്ട്രീയ കക്ഷികൾ കടന്നിട്ടില്ല. എന്നിരുന്നാൽ പോലും വനംവകുപ്പിന്റെ ഇടപെടൽ അത് ഒരു കൃത്യമായ നടപടികളോടുകൂടി ആയിരുന്നില്ല എന്നുള്ള ഒരു ആരോപണം വനംവകുപ്പിനെതിരെ അവർ ഉയർത്തുന്നുമുണ്ട്. അതായത് കുരിശിന്റെ വഴി അവിടെ നടത്തിയതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. തൊടുപുഴ തൊമ്മൻകുത്തിൽ വനംവകുപ്പ് കുരിശ് പൊളിച്ച തർക്കഭൂമിയിലേക്ക് കുരിശിന്റെ വഴി നടത്തിയിരിക്കുകയാണ് വിശ്വാസികൾ. ആ വിശ്വാസി സമൂഹത്തെ അങ്ങേയറ്റം വഞ്ചിക്കുന്ന ഒരു നിലപാട് റവന്യൂ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. വളരെ കൃത്യമായി അവിടെ ഈ കുരിശ് അവിടെ ഉണ്ടായിരുന്നതാണ്. അവിടെ വലിയൊരു കടന്നുകയറ്റം ഉണ്ടായി എന്നാണ് വനം വകുപ്പ് പറയുന്നത്. അത് പാടെ നിഷേധിക്കുന്ന ഒരു സമീപനമാണ് പള്ളിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. സുബിൻ, അവിടെ കുരിശിന്റെ വഴി അവസാനിച്ചോ? തൊടുപുഴ തൊമ്മൻകുത്തിൽ വനം വകുപ്പ് കുരിശ് പൊളിച്ച തർക്കഭൂമിയിലേക്ക് കുരിശിന്റെ വഴി നടത്തിയിരിക്കുകയാണ്.
വിശ്വാസികൾ തൊമ്മൻകുത്ത് സെന്റ് തോമസ് പള്ളിയിലെ വിശ്വാസികളാണ് കുരിശിന്റെ വഴി നടത്തിയത്. സ്ഥലത്ത് വൻ പോലീസ് സന്നാഹം ഉണ്ട്. സുബിൻ തോമസ് ആണ് വിവരങ്ങൾ പങ്കുവച്ചത്.